ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രീം ക്യാച്ചർ ആണ്. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ആകെ വേണ്ടത് ഈ ഒരു വൂളൻ ത്രെഡ് മാത്രം മതി. ഇത് വെച്ചിട്ട് നമുക്ക് ടാസൽസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനതിങ്ങനെ ഫിംഗേഴ്സിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൗണ്ട് ചെയ്യാം. അപ്പോൾ എല്ലാ ടാസൽസും ഒരേ തിക്നെസ്സിൽ കിട്ടും. ഞാനിപ്പോൾ ഏകദേശം ഇത്ര എടുക്കുന്നുള്ളൂ. എന്നിട്ടിത് കട്ട് ചെയ്തു. ഇനി ഇതിൽ ചെറിയൊരു പീസ് എടുത്ത് അതിൻ്റെ ഈ മുകളിൽ ഞാനൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഒരു 2 കെട്ടൊക്കെ മതിയാവും. ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ചെറിയൊരു പീസ് വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ടാസലിന് നെക്ക് പാർട്ടിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കുക. അവിടെ ഒരു 2 കെട്ടൊക്കെ മതിയാവും. എന്നിട്ട് ബാക്കിയുള്ള ഇതുപോലത്തെ ത്രെഡൊക്കെ ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വേറെ 6 ടാസൽസ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 7 ടാസൽസ് വേണം ഈ ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ. അപ്പോൾ ടാസൽസ് എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് എന്തിലാണ് ഇനി ഹാങ് ചെയ്ത് വെക്കാൻ പോകുന്നതെന്ന്. ഇനി ഞാനിത് ഹാങ് ചെയ്ത് വെക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു വുഡൻ പീസിലാണ്. ഈ ഒരു മരക്കഷ്ണം ഞാനെടുത്തത് പേരക്കമരത്തുമെന്നാണ്. ഇനി ടാസൽസ് എല്ലാം വുഡൻ പീസിൽ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 7 പീസ് ത്രെഡ് എടുത്തിട്ടുണ്ട്. വൂളൻ ത്രെഡ് തന്നെയാണ്. അത് ഞാൻ സൂചിയിൽ കോർത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ടാസൽസും ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കണം. അപ്പോൾ എല്ലാ ടാസൽസും നൂലിൽ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാൻ ഈ വുഡൻ പീസിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ മിഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു ടാസൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മിഡിൽ പാർട്ടിലൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഈ മിഡിലുള്ളതായിരിക്കും ഏറ്റവും ലെങ്ത്ത് കൂടിയത്. അപ്പോൾ ഞാൻ അത് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ വെച്ച് കൊടുക്കുകയാണ്. ഇത് അതിനേക്കാളും കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് വെക്കുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഈ ഒരു വുഡൻ പീസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ വരുന്ന ഈ നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൽ ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ്. അതുപോലെ എല്ലാ സൈഡിലും ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുത്താൽ അതവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും. ഇനി ഈ ഒരു ഗ്ലൂ എല്ലാം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലത്തെ വേറൊരു നൂലെടുത്തിട്ടുണ്ട്. 2 ലെയറിലുള്ള ഈ ഒരു വൂളൻ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വുഡൻ പീസിൻ്റെ 2 അറ്റത്തായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന നൂലുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രീം ക്യാച്ചർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.